ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റീനയാണ് കേട്ടോ. ചക്ക ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടോ? എല്ലാ വർഷവും ചക്കയുടെ സീസൺ പെട്ടെന്ന് വന്നെത്താൻ കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും അല്ലേ. ചക്ക വറുത്തതും ചക്ക പുഴുങ്ങിയതും ചക്ക അടയും ചക്ക പായസവും എല്ലാം ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിലെ വെള്ളമൂറും. ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരമുള്ള ഫലങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്വന്തം ചക്ക. ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും കാൽസ്യവും പ്രോട്ടീനും എല്ലാം ഈ ചക്കയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തെ മുള്ളൊഴിച്ചാൽ ചക്കയുടെ ഉള്ളിലുള്ളതെല്ലാം കഴിക്കാമെന്നാണ് പൊതുവെ പറയാറുള്ളത്. ഉള്ളിലെ മധുരം മാറുന്ന പഴം മാത്രമല്ല, ഇതിൻ്റെ കുരുവും പോഷക സമൃദ്ധമാണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ അല്ലേ. സത്യത്തിലെ പഴത്തേക്കാൾ എത്രയോ ഇരട്ടി പോഷകങ്ങളാണ് ചക്കക്കുരുവിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇതിൽ തയാമിൻ, റൈബോഫ്ലേവിൻ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിന് നിങ്ങൾ കഴിക്കുന്ന ഏതൊരു ഭക്ഷണത്തെയും ഊർജ്ജമാക്കി മാറ്റാനുള്ള പ്രത്യേക കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? കൂടാതെ ഇത് നമ്മുടെ കണ്ണിനും ചർമ്മത്തിനും മുടിക്കും എല്ലാം നൽകുന്ന ഗുണങ്ങളും ഒട്ടും ചെറുതല്ല കേട്ടോ. സിങ്ക്, അയൺ, കാൽസ്യം, ചെമ്പ്, പൊട്ടാസ്യം, മാഗ്നീഷ്യം തുടങ്ങി ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക ധാതുക്കളും ചക്കക്കുരുവിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ചക്കക്കുരുവിൽ ആൻറ്റി മൈക്രോബയൽ ഫലങ്ങളുള്ള സംയുക്തങ്ങൾ ധാരാളമുണ്ട് കേട്ടോ. ഇത് ഭക്ഷണം മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളുമായിട്ട് പോരാടി ശരീരത്തിലെ മലിനീകരണം തടയാനായിട്ട് സഹായിക്കുന്നു. ദഹനനാളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചികിത്സിക്കുന്നതിനായിട്ട് പരമ്പരാഗത ചികിത്സാ വൈദ്യങ്ങളിലും ഇതേപ്പറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു ശരീരത്തിന് നൽകുന്ന അവിശ്വസനീയമായ ചില ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളെ ഒഴിവാക്കാനായിട്ട് ചക്കക്കുരു ഏറ്റവും മികച്ചതാണ് കേട്ടോ. ഇതിനുള്ള മിശ്രിതം തയ്യാറാക്കാനായിട്ട് ഒരു ചക്കക്കുരു തണുത്ത പാലിനൊപ്പം ചേർത്ത് കുറച്ചു നേരം മിക്സിയിലിട്ട് പൊടിക്കുക. നേരത്തെ വരകളെയും ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളെയും അകറ്റി നിർത്താനായിട്ട് പതിവായിട്ട് ഈ പേസ്റ്റ് നിങ്ങളുടെ മുഖത്ത് പുരട്ടാവുന്നതാണ് കേട്ടോ. ചക്കക്കുരുവിൻ്റെ ഏറ്റവും നല്ല ഗുണം ഇത് ചർമ്മത്തിന് യുവത്വമുള്ള ഭാവം നൽകുന്നു എന്നുള്ളതാണ്. ചക്കക്കുരു ചർമ്മത്തിൻ്റെ ഘടനയ്ക്ക് ഏറ്റവും മികച്ചതും ഉത്തേജനം നൽകുന്നതുമാണ് കേട്ടോ. ഇത് ഉപയോഗിക്കാനുള്ള മറ്റൊരു രീതിയാണ് ചക്കക്കുരുവും പാലും തേനും തുല്യ അളവിലെടുത്ത് മിശ്രിതത്തിൽ മുക്കി വയ്ക്കുക. ഇത് മിക്സിയിൽ അരച്ചെടുത്ത് നിങ്ങളുടെ മുഖത്ത് തുല്യമായി പുരട്ടി പൂർണ്ണമായും ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുക. ചർമ്മരോഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും മികച്ചതാണ് ഈ ചക്കക്കുരു. രോഗങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് ചർമ്മത്തിൽ എല്ലായ്പ്പോഴും ഈർപ്പം നിലനിർത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് നിർത്തുന്ന എല്ലാ പോഷകങ്ങളും ചക്കക്കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലെ വിറ്റാമിൻ എ ആരോഗ്യമുള്ള മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും പെട്ടെന്ന് മുടി പൊട്ടിപ്പോകുന്നതിനെ പ്രതിരോധിക്കുകയൊക്കെ ചെയ്യുവേ. ചക്കക്കുരു കഴിക്കുന്നത് വഴി നമ്മുടെ ദൈനംദിന പോഷകാഹാര ഘടനയിലെ അയണിൻ്റെ അളവിൽ ഉത്തേജനം നൽകാൻ കഴിയും കേട്ടോ. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള മികച്ച ഉറവിടമാണ് അയൺ. ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കുന്നത് വിളർച്ചയെയും രക്തസംബന്ധമായ മറ്റു വൈകല്യങ്ങളുടെയും സാധ്യതയ്ക്ക് കുറയ്ക്കും. അയൺ നമ്മുടെ തലച്ചോറിനെയും ഹൃദയത്തെയും ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതുകൂടാതെ ചക്കക്കുരുവിലെ പ്രോട്ടീനുകളും മറ്റു മൈക്രോ ന്യൂട്രിയൻറ്റുകളും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതിനാൽ മസ്തിഷ്ക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് മാനസിക നിലയെ ശാന്തമാക്കുവാൻ സഹായിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാനസിക സമ്മർദ്ദമുള്ള ആളുകളെ ചക്കക്കുരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചക്കക്കുരു ചേർത്ത് ജ്യൂസ് കുടിക്കുകയൊക്കെ ചെയ്യുന്ന ശീലം പതിവാക്കുന്നതും നല്ലതാണ് കേട്ടോ. ഇനി ചക്കക്കുരു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് കിട്ടുന്നത് എന്ന് പറയാം. വിറ്റാമിൻ എ ധാതുക്കളെ ഏറ്റവും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളതാണ് ഈ ചക്കക്കുരുവിലൊക്കെ. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പോഷകമാണ് വിറ്റാമിൻ എ. നേത്രരോഗങ്ങളെ കുറയ്ക്കാനും സൂക്ഷ്മമായ കാഴ്ചശക്തി നിലനിർത്താനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന തിമിരത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഒരു പരിധിവരെ ഇതിന് കുറയ്ക്കാനാവുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പൊടിച്ച ചക്കക്കുരു ദഹനക്കേടിനുള്ള തൽക്ഷണ ഔഷധമാണെന്നും പറയപ്പെടുന്നു. വെയിലത്ത് വെച്ച് ആദ്യമേ തന്നെ ചക്കക്കുരുവിനെ ഉണക്കിയെടുത്ത് പൊടിച്ചെടുക്കണം. ഇത് കാറ്റ് കയറാത്ത ഒരു ടിന്നിലിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലോ ദഹനക്കേട് അനുഭവപ്പെടുമ്പോൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് വെള്ളത്തോടൊപ്പം ചേർത്ത് കഴിക്കാവുന്നതാണ്. നാരുകളുടെ സമ്പുഷ്ടമായ ഉറവിടമായതിനാൽ മലബന്ധത്തിനുള്ള ഉത്തമ പരിഹാരമായും ഈ ചക്കക്കുരുപ്പൊടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൂടാതെ ഉയർന്ന അളവിൽ പ്രോട്ടീനുകളാണ് ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ പേശികളെ ബലപ്പെടുത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. ചക്കയിൽ നിന്നും ചക്കക്കുരുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രോട്ടീൻ കൊളസ്ട്രോൾ വിമുക്തമാണ് കേട്ടോ. ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാന പങ്ക് ഇതിന് വഹിക്കാനാകും. ചക്കക്കുരുവിനെ നമുക്ക് പലതരത്തിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്താനാവും. അപ്പം അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ചക്കക്കുരു കൊണ്ടുള്ള മിൽക്ക് ഷേക്ക്.
മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒന്നായിരിക്കും ചക്കക്കുരു മിൽക്ക് ഷേക്ക്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു 10-15 ചക്കക്കുരു എടുക്കുക, 2 കപ്പ് പാലെടുക്കുക, പഞ്ചസാര ആവശ്യത്തിന്, ഏലക്ക ആവശ്യത്തിന് എടുക്കുക. ചക്കക്കുരു കുക്കറിലിട്ട് വേവിച്ചെടുത്ത ശേഷം ഇതൊരു മിക്സിയുടെ ജ്യൂസർ ജാറിലേക്ക് ഇടുക. ആവശ്യമായ പാലും മധുരത്തിന് പഞ്ചസാരയും 1-2 ഏലക്കയും ചേർത്ത് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുക്കുക. ഇത് ഒരു പാത്രത്തിലേക്ക് പകർത്തിയെടുത്ത് ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിച്ച ശേഷം കുടിക്കാവുന്നതാണ് കേട്ടോ. തണുപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച ശേഷമാവാം കുടിക്കുന്നത്. ചക്കക്കുരുവിൻ്റെ അവിശ്വസനീയമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനായിട്ട് ചോറിനൊപ്പം ഇനി മുതൽ നമുക്ക് ചക്കക്കുരു കൊണ്ടുള്ള തോരൻ, അല്ലെങ്കിൽ ചക്കക്കുരു കൊണ്ടുള്ള ഫ്രൈ, ചക്കക്കുരു ഷേക്ക് ഇതെല്ലാം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ ചക്ക കഴിച്ചതിന് ശേഷം ചക്കക്കുരു കളയാതിരിക്കുക. ഏതെങ്കിലും തരത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും എന്നതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള അറിവ് നേടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം റീന.